ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടുള്ള 18 മത്സരാർത്ഥികളുടെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കുറച്ചധികം പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ബിഗ് ബോസിനെ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ പലരുടെയും പേരുകൾ ഈ ഒരു കൺഫർമേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ വരാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ഈ കഴിഞ്ഞ നാള് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ 10 പേരുടെ പേരും കൺഫർമേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അത് വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. കാരണം നമ്മൾ ഇത്രയും ഉറപ്പിച്ചു പറഞ്ഞ കണ്ടസ്റ്റൻസ് എല്ലാവരും ബിഗ് ബോസിലേക്ക് കൺഫേം ആയി എന്നറിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാടധികം കണ്ടസ്റ്റൻസ് ഈ ഒരു സീസണിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് സ്റ്റാർ മാജിക് ഫെയിമും ആക്ട്രസുമായിട്ടുള്ള അനുമോൾ. നമ്മുടെ എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ കൺഫേം ആയിരിക്കുകയാണ് അനുമോൾ. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് കോൺട്രവേഴ്സി ക്യൂനായിട്ടുള്ള നമ്മുടെ രേണു സുധി. നമ്മൾ എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്. ഇപ്പൊ രേണു സുധി ബിഗ് ബോസ് സീസൺ 7ലേക്ക് ഒരു മത്സരാർത്ഥിയായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ലക്ഷ്മി മേനോനും നമ്മൾ പല പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേര് കൂടിയാണ്. ലക്ഷ്മി മേനോനും ഇപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് അപ്പാനി ശരത്ത് ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പാനി ശരത്തിനെയും നമ്മൾ ഇതിനു മുന്നുള്ള നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു പേര് കൂടിയാണ്. അപ്പാനി ശരത്തും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കൺഫേം ആയിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ആർ ജെ അഞ്ജലി നമ്മുടെ ഏഷ്യാനെറ്റ് നമ്മുടെ കുക്ക് വിത്ത് കോമഡി ഫെയിം ആണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ താരം കൂടിയാണ്. അഞ്ജലിയും ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ പേര് ഒരു ഇന്റർവ്യൂവർ ആയിട്ടുള്ള ഒരു ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്ത് നല്ല രീതിയിൽ വൈറലായിട്ടുള്ള ശാരികയും ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഒരു കൺഫേംഡ് മത്സരാർത്ഥിയായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ പേര് മറ്റൊരു ഇന്റർവ്യൂവറും മിസ്റ്റർ ഇന്ത്യ ഫാഷൻ ഐക്കണൊക്കെ ആയിട്ടുള്ള റോഹൻ ലോണയും ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഇപ്പോൾ ഒരു ഉറപ്പായ മത്സരാർത്ഥിയായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേര് രേഖ രതീഷ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ പരസ്പരം എന്ന് പറഞ്ഞ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ ഒരു സീനിയർ ആക്ട്രസ് ആണ്. രേഖ രതീഷും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ഒമ്പതാമത്തെ പേര് അമീന ഒരു ആക്ടറാണ്. അമീനയുടെ പേര് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമീനയും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7ലേക്ക് ഒരു മത്സരാർത്ഥിയായിട്ട് കൺഫേം ആയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ പത്താമത്തെ പേര് സിംഗറും അതുപോലെ തന്നെ പാട്ടെഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള അക്ബർ ഖാൻ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പേര് വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഈ പറയുന്ന പേരും കാര്യങ്ങളും കേട്ടിട്ടില്ല. അക്ബർ ഖാൻ ഒരു സിംഗറാണ്, അതുപോലെ തന്നെ ഒരു പാട്ടെഴുത്തുകാരനാണ്. പുള്ളിക്കാരൻ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 11ാമതായിട്ട് പറയുന്നത് അവന്തിക മോഹൻ നമ്മുടെ ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം സീരിയൽ ഫെയിം ആണ്. നമ്മൾ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു പേര് കൂടിയാണ് അവന്തിക മോഹൻ. ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഉറപ്പായിട്ടുണ്ടാവും. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 12ാമതായിട്ട് പറയുന്നത് അരുൺ നായർ ഒരു ഓണ്ടർപ്രണർ ആണ്, സോഷ്യൽ മീഡിയ താരമാണ്. നമ്മൾ പല പ്രൊഡിക്ഷൻ ലിസ്റ്റിലും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അരുൺ നായരും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7ലേക്ക് ഒരു മത്സരാർത്ഥിയായിട്ട് ഉറപ്പായിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 13ാമത്തെ പേര് പറയുന്നത് ബബി, ഒരു സോഷ്യൽ മീഡിയ താരമാണ്. പുള്ളിക്കാരത്തെയും ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 14ാമതായിട്ട് പറയുന്നത് ഐശ്വര്യ റംസായി ഇപ്പോൾ ഏഷ്യാനെറ്റിൽ റീസെന്റ് ആയിട്ട് സീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബിഗ് ബോസിൽ കൺഫേംഡ് ആണ്. അപ്പൊ സീരിയൽ തീരുമെന്നാണ് തോന്നുന്നത്. ഐശ്വര്യ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ഉറപ്പായ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ 15ാമതായിട്ട് പറയുന്നത് സീമ വിനീത് അല്ലെങ്കിൽ അമേയ പ്രസാദ്. LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സീമ വിനീത് അല്ലെങ്കിൽ അമേയ പ്രസാദ്, ഈ രണ്ട് പേരുകളിൽ ഒരാൾ ബിഗ് ബോസിൽ വരാനായിട്ട് 100% സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 16ാമതായിട്ട് പറയുന്നത് ആദിത്യൻ ജയൻ ഏഷ്യാനെറ്റിലെ ഒരു സീനിയർ സീരിയൽ ആക്ടറാണ്.
ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പേര് കൂടിയാണ്. ഇതിന് മുമ്പിട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിത്യൻ ജയൻ ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ആദിത്യൻ ജയൻ ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 17ാമതായിട്ട് പറയുന്നത് കോമഡി താരമായിട്ടുള്ള ജിനു ഗോപി. നമ്മുടെ എന്താണ് ഈ പറഞ്ഞ ഏഷ്യാനെറ്റിലൊക്കെ കോമഡി സ്റ്റാറിലൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്തൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ജിനു ഗോപിയും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 18ാമതായിട്ടും അവസാനമായിട്ടും പറയുന്നത് ഉപ്പുമുളകിലെ ബാലു, ഉപ്പുമുളകും ഫെയിം ആയിട്ടുള്ള ബിജു സൗബാനം ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടുള്ള 18 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റാണ് ഇപ്പൊ നമ്മൾ പങ്കുവെച്ചത്. ഈ പറയുന്ന ലിസ്റ്റിൽ ഒരു അത്ഭുതങ്ങളും സംഭവിച്ചില്ല എങ്കിൽ യാതൊരു മാറ്റങ്ങളും ഉണ്ടാവില്ല, അത് കൺഫേം ആയിട്ട് പറയാണ്. ഇപ്പൊ നമ്മൾ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് അടുത്ത മാസം ഓഗസ്റ്റ് 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 1-2 പേരൊക്കെ ഇതിൽ നിന്ന് മാറ്റണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ പടിക്കലിട്ട് ഉടക്കും എന്നൊക്കെ പറയില്ലേ, കലം, അത്തരത്തില് ഉടച്ചു കളഞ്ഞ് 1-2 പേരേക്ക് എടുത്ത് മാറ്റാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇതിനു മുമ്പുള്ള സീസണിലും അത്തരത്തിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കൺഫർമേഷൻ ലിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം 1-2 പേരൊക്കെ അതിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും 1-2 പേര് ഇതിൽ നിന്ന് മാറി, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വരുന്ന 18 പേരടങ്ങുന്ന ലിസ്റ്റ് ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് ഇനിയിപ്പോ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി 10 പേര് അല്ലെങ്കിൽ ഒരു 15 പേര് ഇതിൽ നിന്ന് വരാനായിട്ട് 100% സാധ്യതയുണ്ട്, വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ 1-2 പേര് മാറിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ് പ്രശ്നമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന പല കണ്ടസ്റ്റൻസിനെയും നമ്മൾ ഇതിനു മുമ്പിട്ട വീഡിയോയിൽ നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും അതുപോലെ തന്നെ സാധ്യത കൂടുതലുള്ള ഒരു കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ആ ഒരു ലിസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് ഈ പറയുന്ന കൺഫർമേഷൻ ലിസ്റ്റിൽ ഇപ്പോൾ ബിഗ് ബോസിലേക്ക് കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ബിഗ് ബോസിലേക്ക് കൺഫേം ആയി കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ ഒക്കെ കൺഫർമേഷൻ ലിസ്റ്റിൽ കാണുമ്പോൾ നിങ്ങളുടെ കുറച്ച് പേരെങ്കിലും പറയും അന്ന് ആ ഒരു വീഡിയോയിൽ കണ്ട വ്യക്തികളുടെ പേര് ഈ പറയുന്ന കൺഫർമേഷൻ ലിസ്റ്റിൽ ഉണ്ടെന്ന്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും സീസൺ വരാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസം 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഏഷ്യാനെറ്റ് പുതിയൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഒക്കെ ഉണ്ടാവുന്ന അതുപോലെ ചോദിച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഏഷ്യാനെറ്റ് നമ്മുടെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പ്രാവശ്യം നിങ്ങൾക്ക് കൂടി ബിഗ് ബോസിന്റെ റിവ്യൂ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ പറയുന്ന ഏഷ്യാനെറ്റിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളിലേക്ക് എത്താനായിട്ട് ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. അത് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അയക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ യൂട്യൂബ് ചാനലിലൂടെ അത് പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ ഒപ്പീനിയനും കൂടി ഈ പറയുന്ന ഏഷ്യാനെറ്റും ബിഗ് ബോസ് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സും അവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത്തരത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് വീഡിയോയും ഞാൻ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഞാൻ താഴെ ടാഗ് ചെയ്ത് വെച്ചേക്കാം. അത് ഫോളോ ചെയ്തിട്ട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് അത്ര വീഡിയോസും കാര്യങ്ങളും അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് അയച്ചു തരികയാണെങ്കിൽ ഞാനത് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 വേണ്ടി കാത്തിരിക്കാം. ഓഗസ്റ്റ് മാസം 3-ാം തീയതി, ഇനി ഒരു മാസം തികച്ചില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇനി ലാലേട്ടന്റെ പുതിയ പ്രൊമോവും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്